എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കേരള ചരിത്ര രചനയ്ക്ക് സഹായകമായ വസ്തുക്കളെ മൂന്നായി തരംതിരിക്കുന്നു. കേരള ചരിത്രമാണ് നമ്മൾ കേരള പഠനത്തിൽ പഠിക്കുന്നത്. അപ്പം അതിനകത്ത് കേരള ചരിത്ര രചനയ്ക്ക് സഹായകമായ ലിഖിതങ്ങളെക്കുറിച്ചും സ്മാരകങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം കേരള ചരിത്ര രചനയ്ക്ക് സഹായകമായ വസ്തുതകളെ മൂന്നായാണ് തരംതിരിക്കുന്നത്. 1 ലിഖിതങ്ങൾ, 2 സ്മാരകങ്ങൾ, 3 ഐതിഹ്യങ്ങൾ. ഇവയിൽ ആദ്യത്തെ 2 ശ്രദ്ധേയങ്ങളാണ്. ലിഖിതങ്ങൾ എന്നാൽ എഴുതപ്പെട്ടവയെന്നാണ് അർത്ഥം. സംസ്കൃതത്തിലും തമിഴിലും എഴുതപ്പെട്ടവയാണ് പ്രധാനപ്പെട്ടവ. മലയാളത്തിൽ എഴുതപ്പെട്ടവയും ലിഖിതങ്ങളാണ്. പക്ഷേ ആദ്യകാലത്ത് സംസ്കൃതവും തമിഴുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ സംസ്കൃതത്തിലും തമിഴിലും എഴുതപ്പെട്ടവയാണ് പ്രാജ്ഞ ചരിത്രത്തിലേക്ക് കൂടുതൽ വെളിച്ചം പകരുന്നവ. 11-ാം നൂറ്റാണ്ടിന് ശേഷമാണ് മലയാള ലിഖിതങ്ങൾ വരുന്നത്. സംസ്കൃത ലിഖിതങ്ങളെ ക്രിസ്തുവർഷാരംഭത്തിന് മുൻപുള്ളവ, അതിനുശേഷമുള്ളവ AD BC എന്നിവയിലുള്ളവയെന്ന് 2ആയിട്ട് വിഭജിക്കാം. ഇതേ വിഭജനം തന്നെ തമിഴിൻ്റെ കാര്യത്തിലും ആകാം. അപ്പോൾ തമിഴിലും സംസ്കൃതത്തിലും എഴുതപ്പെട്ടവയെ ക്രിസ്തുവർഷാരംഭത്തിന് മുൻപുള്ളവയെന്നും അതിന് ശേഷമുള്ളവയെന്നും വിഭജിക്കാം. കേരളത്തെക്കുറിച്ച് കിട്ടിയിട്ടുള്ള ഏറ്റവും പഴയ ലിഖിതം എന്ന് പറയുന്ന ഐതരേ ആരണ്യകത്തിലെ ചേരശബ്ദം ഒരു സൂചനയാണത്. ഈ ചേരശബ്ദം കേരളത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. സംസ്കൃത കൃതികൾ, തമിഴ് കൃതികൾ, പിന്നെ വിദേശ സഞ്ചാരികളുടെ കുറിപ്പുകൾ, ഇതെല്ലാം, പിന്നെ മലയാള കൃതികൾ, അതാണ് ലിഖിതങ്ങളിൽ 1-ാമത്തെ വിഭാഗത്തിൽപ്പെടുന്നത്. 2-ാമത് ലിഖിതങ്ങളുടെ കൂട്ടത്തിൽ ശിലാശാസനങ്ങളും ചെമ്പുപട്ടയങ്ങളുമാണ്. പിന്നെ 3-ാമത് വരുന്നത് സ്മാരകങ്ങളാണ്. 2-ാമത്തെ സ്മാരകങ്ങൾ കഥ, 3-ാമതല്ല, സ്മാരകങ്ങൾ 2-ാമത് വരുന്ന വിഭാഗമാണ്. ലിഖിതങ്ങളിൽ ഈ 2 വിഭാഗങ്ങളാണുള്ളത്. അപ്പോൾ ഈ സ്മാരകങ്ങൾക്കകത്താണ് കൊട്ടാരങ്ങൾ, കോട്ടകൾ, പ്രതിമകൾ, ക്ഷേത്രങ്ങൾ എന്നിങ്ങനെ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ പഴയ ആയുധങ്ങളും ഉപകരണങ്ങളും നാണയങ്ങളും സ്മാരകങ്ങൾക്കകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നീട് വരുന്നതാണ് ഐതിഹ്യങ്ങൾ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെയും മറ്റും ഐതിഹ്യങ്ങളുണ്ട്. കേരളം ഉണ്ടായതിന് തന്നെ 2 ഐതിഹ്യങ്ങളുണ്ടല്ലോ, പരശുരാമ കഥയും അതുപോലെ തന്നെ മഹാബലിയുടെ കഥയും. ഈ 2 ഐതിഹ്യങ്ങളും ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ചരിത്ര രചനയ്ക്ക് സഹായിക്കുന്ന വസ്തുതകളിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത്. നന്ദി, നമസ്കാരം.